नमस्ते। आज की हिंदी कक्षा में सभी को स्वागत है. ഇന്ന് നമ്മൾ ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ കവിയും ലേഖകനുമായ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്നി അദ്ദേഹത്തിൻ്റെ മെയ്നെ കഹാ പേട് എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അഗ്നിയുടെ ജനനം മാർച്ച് 7, 1911 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് പേര് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാവ്യസംഗ്രഹം, അതായത് കവിതാ സംഗ്രഹം ഭഗ്നദൂതാണ്. അതുപോലെ മറ്റു രചനകളാണ് ബാവ്രാഹേരി, ഹരി ഗാസ്പർ ഷൺബർ, അതുപോലെ ആംഗൻ കെ പാർദ്വാർ തുടങ്ങിയവ. ഇനി നമുക്ക് നേരെ കവിതയിലേക്ക് പോവാം. നമ്മുടെ കവിതയുടെ പേര് മേനെ കഹാ പേട്, ഞാൻ വൃക്ഷത്തോട് പറഞ്ഞു എന്നാണ് ആ പേരിനർത്ഥം, അല്ലെങ്കിൽ ഞാൻ വൃക്ഷത്തോട് ചോദിച്ചു. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്, ഒന്ന് മനുഷ്യനും ഒന്ന് വൃക്ഷവും. ഇവിടെ മനുഷ്യൻ വളരെ ആശ്ചര്യത്തോടു കൂടി വൃക്ഷത്തിൻ്റെ ജീവിത രീതി കണ്ടിട്ട്, വൃക്ഷത്തെ കണ്ടുകൊണ്ട് ആശ്ചര്യത്തോടു കൂടി ഉത്കണ്ഠയോടു കൂടി ചോദിക്കുകയാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി നൽകുകയാണ് ആര്? വൃക്ഷം. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് കടക്കാം. मैंने कहा पेड़, मैंने कहा पेड़ तुम इतने बड़े हो, इतने कड़े हो, न जाने कितने 100 बरसों की आधी पानी में सिर ऊंचा किए अपनी जगह अड्डे हो. सूरज उगता डूबता है, चांद भरता चीजता है, ऋतुएं बदलती हैं, मेघ उमड़ता पसीजता है, और तुम सब सहते हुए संतुलित शांत धीर रहते हुए विनम्र हरियाली से ढके पर भीतर ठोठ कठेटे खड़े हो. खांबा पेड़ मरमरिद पत्तियाँ बोली मानो नहीं नहीं नहीं, झूठा श्रेय मुझे मत दो, मैं तो बार बार झुकता गिरता उगड़ता, या कि सूख ढूंढ हो के टूट जाता. श्रेय है तो मेरे पैरों तले इस मिट्टी को, जिसमें न जाने कहाँ मेरी जड़ें कोई है. ऊपर उठा हूँ उतना ही आकाश में, जितना कि मेरी जड़ें नीचे दूर धरती में समाई है. श्रेय कुछ मेरा नहीं जो है इस नामहीन मिट्टी का, और हाँ, इन सब उगने डूबने भरने चीजने बदलने मलने पसीजने भरने मिटने वालों का भी सदियों से मैंने बस एक सीख पाई है, जो मरण धर्मा है वे ही जीवन दायी है. നമുക്കിനി കവിതയുടെ ഭാവാർത്ഥത്തിലേക്ക് പോയി നോക്കാം. मैंने कहा पेड़ तुम इतने बड़े हो, ഞാൻ ആശ്ചര്യത്തോടു കൂടി, അതായത് മനുഷ്യൻ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, വൃക്ഷത്തോട് ചോദിച്ചു, നീ ഇത്രയ്ക്കും വലുതാണല്ലോ. ഇത്രേ കടേ ഹോ, ഇത്രയ്ക്കും സ്ട്രോങ്, നീ ഇത്രയ്ക്കും സ്ട്രോങ്ങുമാണല്ലോ. न जाने कितने 100 बरसों के आधी पानी में सिर ऊंचा किए अपनी जगह अड्डे हो. നൂറുകണക്കിന് വർഷങ്ങൾ കടന്നുപോയി. 100 ബർസോ, നൂറുകണക്കിന് വർഷങ്ങൾ. ആന്തി, കൊടുങ്കാറ്റ് വന്നുപോയി. വെള്ളപ്പൊക്കം, മഴ, ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് വന്നുപോയി. എന്നിട്ടും നീ സിർ ഊഞ്ചാക്കിയ അപ്പനി ജഗ അഡ്ഡേഹു, വളരെ തല ഉയർത്തിക്കൊണ്ട് തന്നെ, തലയെടുപ്പോടുകൂടി തന്നെ നീ നിനക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കുക, അഡ്ഡേഹു ഉറച്ചു നിൽക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഞാൻ വൃക്ഷത്തോട് ചോദിച്ചു, നിനക്ക് ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട്, അതുപോലെ ഇത്രയും വർഷം, നൂറുകണക്കിന് വർഷങ്ങൾ കടന്നുപോയി, കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും
ഉരുൾപൊട്ടലും ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കടന്നുപോയി. എന്നിട്ട് നിനക്ക് എങ്ങനെ ഈ തലയെടുപ്പോടു കൂടി ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്ന് വൃക്ഷത്തോട് മനുഷ്യൻ ചോദിക്കുകയാണ്. അതുപോലെ സൂരജ് ഉഗത്ത ഡൂബ്ത ഹേ ചാന്ദ് ഭർത്ത ചീജ്ത ഹേ. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ വരുന്നു, പൂർണ്ണചന്ദ്രൻ വരുന്നു, പോകുന്നു, ഒരുപാട് മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവുന്നു. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നു? വൃക്ഷത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കൂട്ടത്തിൽ ഉള്ള ആൾക്കാരാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യനൊരു പ്രശ്നം വന്നാൽ മനുഷ്യൻ അവിടെ നിലംപതിച്ചു പോകും, തകർന്നു പോകും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. പക്ഷെ വൃക്ഷം അങ്ങനെയല്ല. വൃക്ഷം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഇവിടെ തലയെടുപ്പോടു കൂടി വളരെ ശക്തനായിട്ട്, നമ്മൾ ഊട്ടിയിലേക്കും അതുപോലെ മൂന്നാർ, വയനാട്ടിലേക്കൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ കടു വൃക്ഷങ്ങൾ. അത്രയും പ്രായമുള്ള വൃദ്ധരായ വൃക്ഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, പടുവൃക്ഷങ്ങൾ. അപ്പോൾ ആ വൃക്ഷങ്ങളോടാണ് മനുഷ്യൻ ചോദിക്കുന്നത്. ഋതുവേ ബദൽത്തി ഹേ, മേഘ ഉമड़ता पसीजता है और तुम सब सहते हुए. ഋതുക്കൾ മാറി മാറി വരുന്നു. മേഘ ഉമड़ता पसीजता है, മേഘങ്ങൾ കറുത്ത് മഴ പെയ്യുന്നു. और तुम सब सहते हुए, എല്ലാം സഹിച്ചുകൊണ്ട്. സന്തുലിത് ശാന്ത് ധീർ रहते हुए. സന്തുലിത് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ്. നീ ഇത്രയും ബാലൻസ് ചെയ്തുകൊണ്ട് ശാന്തനായിട്ട് ധൈര്യവാനായിട്ട് എങ്ങനെ നിനക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു? വിനുമർ ഹരിയാലി സെ ഢക്കെ പർ ഭീത്തർ ഠോട്ട് കട്ടൈറ്റെ ഖടേ ഹോ. എന്നിട്ട് ഇവിടെ കവി അല്ലെങ്കിൽ മനുഷ്യൻ വൃക്ഷത്തോട് ചോദിക്കുകയാണ്, വളരെ വിനയത്തോടു കൂടി പച്ചപ്പ് നിറച്ചുകൊണ്ട്, പക്ഷേ അകത്താണെങ്കിൽ വളരെ ശക്തനായിട്ടാണ് നീ നിൽക്കുന്നത്. അതായത് ഒരു വൃക്ഷത്തെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പുറമേ വളരെ പച്ചപ്പോട് കൂടി ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയായിരിക്കും, പക്ഷേ അകത്ത് വളരെ സ്ട്രോങ് ആയിരിക്കും. വളരെ ശക്തി ഉള്ള, ഉറച്ചിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വൃക്ഷത്തെ കാണുമ്പോൾ. അത്രയും പ്രായമായ വൃക്ഷങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്, വളരെ സ്ട്രോങ് ആയിട്ട്. ടോട്ട് എന്ന് പറഞ്ഞാൽ, ടോട്ട് കട്ടൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. വിനമ്രം എന്ന് പറഞ്ഞാൽ വിനയം. ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ്. ഢക്കെ എന്ന് പറഞ്ഞാൽ കവേഡ്, അതായത് പച്ചപ്പ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് അതിൻ്റെ തടി നോക്കുമ്പോൾ ഒരുപാട് കാലങ്ങളോളം ഇങ്ങനെ ഉറച്ച മനസ്സോടു കൂടി അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി പല പ്രകൃതി ദുരന്തങ്ങളും വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ കാണുമ്പോൾ ഇവിടെ മനുഷ്യൻ വളരെ ആശ്ചര്യം തോന്നുകയാണ്. ഇങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കാമ്പ പേട് മറുമരുത് പത്തിയാം ബോലി മാനോ നഹി 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 झूठा श्रेय मुझे मत दो. മനുഷ്യൻ്റെ ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് വൃക്ഷം കാമ്പാപ്പേട്, കാമന വിറച്ചുപോയി. മർമരുത് പത്തിയ, അതുപോലെ ശിലകൾ വിറച്ചുപോയി. ഇത് കേട്ടിട്ട് വൃക്ഷം വളരെ വിറച്ച അവസ്ഥയിലായി. അപ്പോൾ വൃക്ഷം മറുപടി പറയാണ്, ബോലി മാനോ നഹി 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 झूठा श्रेय मुझे मत दो. മനുഷ്യനോട് പറയാണ് വൃക്ഷം, ഇല്ല, നിങ്ങൾ ഈ പറയുന്നതൊക്കെ കള്ളമാണ്. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. ശ്രേയ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റാണ്. മുझे मत दो इस प्रकार की ക്രെഡിറ്റ്. ഞാനിത് അർഹിക്കുന്നില്ല, ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല. मैं तो बार बार झुकता गिरता उगड़ता. ഞാൻ ഒരുപാട് തവണ കുനിയുന്നുണ്ട്, വീണു പോകുന്നുണ്ട്. ഗിർന വീണു പോവുക, ജുക്ന കുനിയുക, അതുപോലെ ഉഗടുത്ത എന്ന് പറഞ്ഞാൽ അലഗ് ഹോന, ടൂട്ടന, അതുപോലെ പൊട്ടി വീഴുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാണാഞ്ഞിട്ടാണ്.
ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴൊക്കെ വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ശിലകളൊക്കെ പൊട്ടി തകരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ വൃക്ഷത്തിന് ഒരു അഹങ്കാരവുമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ, മനുഷ്യനൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ഒരാൾ പൊക്കി പറഞ്ഞാൽ പിന്നെ എവിടേക്കോ എത്തിപ്പോവും. പക്ഷേ വൃക്ഷം ഇത്രയും നല്ല കാര്യങ്ങൾ വൃക്ഷത്തോട് പറഞ്ഞിട്ടും വൃക്ഷത്തിനൊരു അഹങ്കാരവും തോന്നിയില്ല. അപ്പം ഇതൊന്നും എൻ്റെ ഗുണങ്ങളല്ല, അല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ടല്ല നിങ്ങൾ ഈ പറഞ്ഞതൊന്നും എന്നാണ് ഇവിടെ വൃക്ഷം പറയുന്നത്. ഞാൻ ഒരുപാട് തവണ വീണിട്ടുണ്ട്, കുനിഞ്ഞിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ വൃക്ഷം പറയുന്നത്. या कि सुख ढूंढ हो के टूट जाता, श्रेय है तो मेरे पैरों तले इस मिट्टी को. എന്നിട്ട് ഇവിടെ വൃക്ഷം പറയാണ്, അഭിമാനിക്കാൻ എനിക്ക് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ അത് ഈ മണ്ണിനാണ്. യാക്കി സൂക്ക് ടൂണ്ട് ഹോ കെ ടൂട്ട് ജാത്ത, ഞാൻ ഉണങ്ങി അതുപോലെ പൊട്ടി പോയിട്ടൊക്കെ ഉണ്ട്. അതായത് കാറ്റ് വന്നാൽ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും അതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ശ്രേയ് ഹേത്തോ, ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ, മേരെ പൈറോ തലെ ഇസ് മിട്ടിക്കോ, എൻ്റെ ഈ കാലുകൾ അല്ലെങ്കിൽ എൻ്റെ ഈ വേരുകൾ ഉറച്ചു നിൽക്കുന്ന, എൻ്റെ കാലായ വേരുകൾ ഉറച്ചു നിൽക്കുന്ന, അല്ലെ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കുന്ന ഈ മണ്ണിനാണ് കൊടുക്കേണ്ടത് എന്നാണ് വൃക്ഷം പറയുന്നത്. ഇസ് മിട്ടിക്കോ, എൻ്റെ കാലുകൾ അല്ലെങ്കിൽ എൻ്റെ വേരുകൾ എവിടെയാണോ ഉറച്ചു നിൽക്കുന്നത് അതിനാണ് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, ഈ മണ്ണിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ജിസ്മെ ന ജാനെ കഹാ മേരി ജടേ കോയി ഹെ, എൻ്റെ വേരുകൾ എത്രത്തോളം ആഴ്ന്ന് പോയിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ എനിക്കറിയാത്ത ഈ മണ്ണിനാണ് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, ഈ മണ്ണിനാണ് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നാണ് വൃക്ഷം പറയുന്നത്. ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ, നമ്മളൊരാൾ ഇങ്ങനെ പൊക്കി പറയുകയാണെങ്കിൽ, നമ്മൾ വളർന്നു വന്ന അല്ലെങ്കിൽ ജീവിച്ചു വന്ന ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാരണത്താൽ നമ്മൾ ഇവിടെ വരെ എത്തിയത്, അതൊന്നും നമ്മൾ ഓർക്കാറില്ല. നമ്മുടെ അച്ഛൻ, അമ്മ, അധ്യാപകർ, സുഹൃത്തുക്കൾ, ഒരുപാട് ആൾക്കാരുടെ പ്രവൃത്തി മൂലമാണ് നമ്മൾ ഇത്രയും ഹയർ പൊസിഷൻ മനുഷ്യനെത്തുന്നത്. പക്ഷെ മനുഷ്യൻ ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും ഓർക്കാറില്ല. പക്ഷെ വൃക്ഷം ആരെയും മറന്നിട്ടില്ല. വൃക്ഷം പറയുകയാണ്, നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മണ്ണിനാണ് കൊടുക്കേണ്ടത്. അത്രയ്ക്കും ആഴത്തിൽ എൻ്റെ വേരുകൾ അവിടെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്നത് ഇവിടെ മണ്ണാണ്. മണ്ണില്ലെങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഇതൊന്നുമില്ലെങ്കിൽ നമുക്കും ജീവിക്കാൻ കഴിയില്ല. വെറും പൈസ ഉണ്ടായിട്ടൊന്നും മനുഷ്യന് കാര്യമില്ല. ഇപ്പോൾ പൈസൻ്റെ അത്യാഗ്രഹം കാരണം സംഭവിച്ചത് കണ്ടില്ലേ, പത്രത്തിൽ വായിച്ചില്ലേ, ഒരു സ്വപ്ന. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇതാണ്, ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട. സ്വന്തം ജനിച്ച് സ്വയം എല്ലാം ഉണ്ടാക്കിയെടുത്ത ഒരു വിചാരമാണ് മനുഷ്യന്, അല്ലേ? പലരുടെയും സഹായം മൂലം നമ്മൾ എവിടെയും എത്തുള്ളൂ എന്നുള്ള ചിന്ത മനുഷ്യന് ഇല്ല. അപ്പോൾ ക്രെഡിറ്റ് ഇവിടെ മണ്ണിന് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. മണ്ണിന് മാത്രമല്ല, ऊपर उठा हूँ उतना ही आकाश में, जितना कि मेरी जड़ें नीचे दूर धरती में समाई. ഞാൻ ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് കാരണമാണ് എനിക്ക് ഇത്രയ്ക്കും ഉയരത്തിൽ തല ഉയർത്തി നിൽക്കാൻ, ആകാശത്ത് നിൽക്കാൻ സാധിക്കുന്നതെന്നാണ് മരം, വൃക്ഷം ഇവിടെ പറയുന്നത്. जितना कि मेरी जड़ें नीचे दूर धरती में समाई है, श्रेय कुछ मेरा नहीं जो इस नामहीन मिट्टी का, और हाँ इन सब उगने, डूबने, भरने, चीजने, बदलने, मलने, पसीजने. അതുപോലെ മണ്ണിന് മാത്രമല്ല ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. എനിക്ക് ഇവിടെ ഉറച്ചു നിൽക്കാൻ സാധിച്ചത്, നിങ്ങൾക്ക് അറിയാത്ത, പേരില്ലാത്ത ഈ മണ്ണിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കൂടാതെ സൂര്യനും ഉദിക്കുന്ന, അതായത്
സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അപ്പോൾ സൂര്യനും കൊടുക്കണം. സൂര്യനില്ലാണ്ട് ഒരിക്കലും ഒരു പ്രകൃതിയിലെ ഒരു വൃക്ഷമായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒന്നിനും ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ സൂര്യനും ക്രെഡിറ്റ് കൊടുക്കണം. അതുപോലെ ഭർനെ ചീജിനെ, ചന്ദ്രനായിക്കോട്ടെ, ബദലിനെ മലിനെ പസിജിനെ, മേഘങ്ങളായിക്കോട്ടെ, മഴയായിക്കോട്ടെ, എല്ലാവർക്കും നിങ്ങൾ ഈ പറഞ്ഞ ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട്. മഴ പെയ്യാതെ ഒരിക്കലും വൃക്ഷമായാലും മനുഷ്യനായാലും ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം, സൂര്യപ്രകാശം വേണം, അല്ലേ? ചന്ദ്രനും സൂര്യനും വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ വൃക്ഷം പറയുകയാണ് ഇവർക്കും ഈ ക്രെഡിറ്റൊക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ भन्ने मिटने वालों का भी सदियों से मैंने बस एक सीख पाई है जो मरण धर्मा है वे ही जीवनदायी है. എന്നിട്ട് വൃക്ഷം ഇവിടെ മനുഷ്യനോട് പറയുകയാണ്, അപ്പോൾ ഇത്രയും എന്നെ നിങ്ങൾ പൊക്കി പറഞ്ഞു, പക്ഷേ ഈ പൊക്കി പറഞ്ഞതൊന്നും എനിക്ക് അർഹതപ്പെട്ടതല്ല. അപ്പോൾ എന്നെ ഇങ്ങനെ നിലനിർത്തുന്നത് മണ്ണും സൂര്യനും മേഘങ്ങളും മഴയും പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവർക്കും കൂടി ഈ ക്രെഡിറ്റൊക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ട് നമ്മളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച ഒരുപാട് പേരുണ്ട്, സ്വന്തം ജീവൻ ത്യാഗം ചെയ്തിട്ട്. അപ്പോൾ അവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ബനനെ മിട്നെ വാലോം കാബി, വരുന്നതും ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും, അതായത് ത്യാഗം ചെയ്തിട്ട് ഇല്ലാതാവുക, ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ ഈ പൊസിഷനിൽ എത്തിച്ചു, അവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഷദിയോം സെ മേനെ ബസ് എക് സീഖ് പായി ഹെ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ച സീഖ് അറിവാണ്, ഞാൻ അറിഞ്ഞ അറിവ് ഇതാണ്, ത്യാഗം. ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത് നമ്മളെ ഇവിടെ വരെ എത്തിച്ചപ്പോൾ മനുഷ്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മനുഷ്യനെ ഇവിടെ വരെ എത്തിച്ചതായിരിക്കുക അച്ഛനും അമ്മയും, അല്ലേ? അമ്മയുടെ പൊക്കിൾക്കുടിയിലൂടെ വെട്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ മുറിച്ചിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്നത്. അതും ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കയ്യിലേക്കാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കയ്യിലേക്കാണ് നമ്മൾ ആ ചോര കുഞ്ഞ് എടുക്കുന്നത്. ആരൊക്കെയാണ്? അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സാണ്. ഇതൊന്നും നമ്മൾ ഓർക്കാറില്ല. അമ്മയുടെ കുടൽ ബന്ധമാണ് നമുക്കുള്ളത്, അല്ലേ? അപ്പോൾ അത് അറുത്തിട്ടാണ്, അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത്. അതിനുശേഷം നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് ഡ്രസ്സ് വാങ്ങിത്തരുന്നു, ഭക്ഷണം വാങ്ങിത്തരുന്നു, ഷെൽട്ടർ ഉണ്ടാക്കി തരുന്നു, നമ്മളെ വിദ്യാഭ്യാസം നമുക്ക് നേടിത്തരുന്നു. അങ്ങനെ വളരെ ഉയർന്ന പൊസിഷനിലെത്തുമ്പോൾ ഇവരെ ഒന്നും നമുക്ക് വേണ്ട. അച്ഛനെയും അമ്മേനെയൊക്കെ വൃദ്ധാശ്രമത്തിലേക്ക് ആക്കുന്നു. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ നമ്മൾ പലതും മറക്കുന്നു. അപ്പോൾ ഇവിടെ വൃക്ഷം ഇതൊന്നും മറക്കുന്നില്ല. വൃക്ഷം ഈ ഒരു അവസ്ഥയിലെത്തിയത്, ആ ക്രെഡിറ്റൊക്കെ നൽകുന്നത് ആർക്കാണ്? ഒരുപാട് വൃക്ഷത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മണ്ണുണ്ട്, മേഘങ്ങൾക്കും അതുപോലെ സൂര്യനൊക്കെയാണ് കൊടുക്കുന്നത്. ജോ മരൺ ധർമ്മ ഹെ വേ ഹി ജീവൻ ദായി ഹെ. ഇവിടെ വൃക്ഷം പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് ആരാണോ അവരാണ് ജീവൻ ദായി. അവർക്കാണ് നിങ്ങൾ ഈ ക്രെഡിറ്റൊക്കെ കൊടുക്കേണ്ടത്. നമ്മളെ ജീവിപ്പിക്കുന്നത് ആരാണോ, നമുക്ക് എല്ലാം ത്യാഗം ചെയ്ത് നമ്മളെ ഈ ജീവിപ്പിക്കുന്നത് ആരാണോ, ത്യാഗത്തിൻ്റെ ഭാവന ആർക്കാണോ, സ്വയം എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് ആരാണോ. ഉദാഹരണമായിട്ട് നമുക്ക് വിളക്കെടുക്കാം, അല്ലേ? വിളക്ക് നമുക്കൊക്കെ പ്രകാശം തരുന്ന ഒന്നാണ്.
എരിഞ്ഞുകൊണ്ട് പ്രകാശം തരുന്നു, മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഒന്നാണ്. സ്വയം ഇല്ലാണ്ടായി, മെഴുകുതിരി എടുത്ത് നോക്കിയാലും അറിയാം, സ്വയം ഇല്ലാണ്ടായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഒന്നാണ് മെഴുകുതിരി. അതുപോലെയാണ് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കവി അഹംഭാവം വെടിയാനും ത്യാഗം ചെയ്യാനും വന്ന വഴി മറക്കരുത് എന്നൊക്കെയാണ് നമ്മളെ ഈ കവിതയിലൂടെ ഉപദേശിക്കുന്നത്. എല്ലാ കവിതയിലും ഒരു സന്ദേശമുണ്ടാകും. അപ്പോൾ ഇവിടെ അഗ്നി ഈ കവിതയിലൂടെ, മേനെ കഹാപ്പേട് എന്ന് പറയുന്ന ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, ത്യാഗം ചെയ്യുക, വന്ന വഴി മറക്കാതിരിക്കുക. നമ്മൾ ഇത്രയും ആരോഗ്യവാനായിട്ട് സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കാൻ ആരൊക്കെയാണോ കാരണമായത് അവർക്കൊക്കെ നന്ദി പറയുക, അവരെ ഓർക്കുക എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ വൃക്ഷം ഇവിടെ വളരെ ശാന്തനായിട്ട് ഒരു അഹങ്കാരവുമില്ലാതെ നിലകൊള്ളുകയാണ്. നമ്മളെക്കാളും നമ്മുടെ മുതുമുത്തച്ഛന്മാരെ അത്രയ്ക്കും പ്രായമുള്ള ഒരുപാട് വൃക്ഷങ്ങൾ നമുക്ക് വയനാട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ മൂന്നാർ, ഊട്ടി ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, പടുവൃക്ഷങ്ങൾ. അപ്പോൾ ആ വൃക്ഷങ്ങൾ അവിടെ നിലനിൽക്കാൻ കാരണം മണ്ണും പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും സൂര്യനും മഴയൊക്കെയാണ്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു പ്രകൃതിയിലെ ഒന്നിനും ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ മനുഷ്യൻ ആശ്ചര്യത്തോടു കൂടി ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് ഇവിടെ വൃക്ഷം നൽകിയത്. ഇവിടെ മനുഷ്യൻ ആശ്ചര്യത്തോടു കൂടി ചോദിക്കാൻ കാരണം എന്താണ്? മനുഷ്യന് ഇതേപോലെ ഇത്രയും വർഷങ്ങൾ ഒരുപാട് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ സഹിച്ച് ജീവിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും മനുഷ്യൻ ആത്മഹത്യയിലേക്കും മറ്റു ഇതിലേക്കും തിരിയും. അല്ലേ? നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്, ന്യൂസിൽ കാണാറുണ്ട്. നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ മതി, നമ്മൾ തകർന്നു പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പം അടുത്ത് തന്നെ ചില എക്സാമിന്, അത് ഓൺലൈൻ ക്ലാസ് കാണാൻ സാധിക്കാത്തതിന് കുട്ടി ആത്മഹത്യ ചെയ്തു. എക്സാമിന് തോറ്റാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുക. ചെറിയ ചെറിയ കാരണങ്ങൾ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഓർത്താൽ മതി. നമുക്ക് നന്നായിട്ട് തന്നെ ഇപ്പോൾ വൃക്ഷം നിലനിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് നിൽക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണം മനുഷ്യൻ്റെ അത്യാഗ്രഹം മൂലമാണ്. മനുഷ്യന് പൈസ എന്നുള്ള വിചാരം മൂലമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചില ചിത്രങ്ങൾ ഞാനിവിടെ കാണിക്കുകയാണ് ഈ കവിതയുമായി ബന്ധപ്പെട്ട്. നമ്മൾ ജൂൺ 5-ന് ചില ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട്. എന്താണ്? പ്രകൃതി ദിനമൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. വൃക്ഷങ്ങളൊക്കെ നടാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കാറില്ല. കണ്ടില്ലേ? വൃക്ഷം വെട്ടി, മനുഷ്യൻ്റെ അത്യാഗ്രഹം മൂലം അവിടെ വെട്ടി നശിപ്പിച്ച്, പക്ഷെ ആ വേരുകൾ ഇപ്പോഴും മണ്ണിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എത്രത്തോളം മണ്ണിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കിക്കേ. ആ മണ്ണ് ആണ് ആ മരത്തിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഒരുപാട് പ്രായമുള്ള വൃക്ഷമാണത്. ഒരുപാട് കാലം, ഇതൊന്ന് 100-200 വർഷം പഴക്കമുള്ള മരങ്ങളായിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കവിത. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.